നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ പ്രതികളിലൊരാളായ സ്വപ്ന സുരേഷ്. അതിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് സ്വപ്നയ്ക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം അതിലെ ഇടപാടുകൾ മൊത്തം അറിയാവുന്നത് സ്വപ്നയ്ക്കാണ്. ഒരു ഘട്ടത്തിൽ സ്വപ്നയെ ഇതിൽ ഇടനിലക്കാരി വെറുമൊരു ഏജന്റാക്കി മാത്രം മാറ്റിയാണോ മറ്റ് വൻ തോക്കുകൾ കളിച്ചത് എന്ന് വരെ സംശയമുണ്ടായിരുന്നു. എങ്കിലും കസ്റ്റംസിന്റെ കേസ് ഒരു വശത്ത്, ED അല്ലേ, NIA കേസ്, പിന്നെ നമ്മുടെ സ്റ്റേറ്റ് വിജിലൻസ്, അതാകുമ്പോൾ നമ്മുടെ ലൈഫ് മിഷൻ വീട് നിർമ്മിച്ചതിലെ അഴിമതി പെട്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം സ്വപ്ന തിരുവനന്തപുരത്ത് വന്നതും കൊച്ചിയിലാണ് 2 ദിവസം മുമ്പ് വന്നതും ഈ വിജിലൻസ് കേസിൽ മൊഴി കൊടുക്കാൻ അത് വിജിലൻസ് കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. വിജിലൻസ് ചോദ്യം ചെയ്ത് അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് ചില ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് സ്വപ്നയെ ഒരിക്കൽ കൂടി വിളിച്ചു വരുത്തിയത്. വീണ്ടും അറസ്റ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു വിജിലൻസ് കേസിൽ. അത് ഇപ്പോൾ കേൾക്കുന്നത് ഈ കേസ്, അതായത് ശരിക്കും 2019 ആണ് ഈ വടക്കാഞ്ചേരിയിൽ, തൃശ്ശൂർ വടക്കാഞ്ചേരിയിൽ ഈ വീട് നഷ്ടപ്പെട്ട, പ്രളയത്തിലും മറ്റുമൊക്കെ വീട് നഷ്ടപ്പെട്ടവർക്കും വീടില്ലാത്തവർക്കുമായിട്ട് വീട് 199 വീടുകൾ നിർമ്മിക്കാനായിരുന്നു ഈ റെഡ് ക്രസന്റ് എന്ന് പറയുന്ന, നമുക്കറിയാം ഈ റെഡ് ക്രോസ് ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് മറ്റൊരു പേരിലാണ്. അപ്പോൾ റെഡ് ക്രസന്റും നമ്മുടെ കേരള സർക്കാരുമായിട്ട് സഹകരിച്ച് നിർമ്മിക്കുക. അപ്പോൾ സർക്കാർ ഭൂമി കൊടുക്കും, അവർ വീട് നിർമ്മിക്കും. അങ്ങനെയാണ്. അതിന് ലൈഫ് മിഷൻ എന്ന് ആ പദ്ധതിക്ക് പേരും കൊടുത്തു. അതിൻ്റെ നോഡൽ ഓഫീസർ, അങ്ങനെ പല കാര്യങ്ങൾ. ഈ ശിവശങ്കരനായിരുന്നു അതിൻ്റെ പ്രധാന ചുമതല, നമ്മുടെ IAS പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ശിവശങ്കർ, സ്വപ്ന, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയാക്കപ്പെട്ട ആൾക്കാർ, സരിത്ത്, അതുപോലെ സന്ദീപ്, ഇവരെല്ലാവരും ഇതിലും ഭാഗവാക്കാണ്. അപ്പോൾ അവിടെ ഈ 199 വീടുകൾ നിർമ്മിക്കാൻ യുണിടാക് ബിൽഡേഴ്സ്, അങ്ങനെ അവർക്കാണ് അതിൻ്റെ കരാറ് കിട്ടിയത്. പിന്നീട് അത് 144 കുറഞ്ഞു. അങ്ങനെയാണ് ഇതിലെ അഴിമതി ആരോപണം ഉയർന്നത്. അപ്പോൾ അത് ബാക്കി കമ്മീഷനായിട്ട് ഈ ഇവർക്ക്, ഈ ഉദ്യോഗസ്ഥരും സ്വപ്നയും വഴി അത് പോയി എന്നാണ് അന്നത്തെ ആരോപണം, അന്ന് ഉയർന്ന ആരോപണം. എത്തേണ്ടിടത്തേക്ക് എത്തി. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഈ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് സ്വപ്നയെ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. വെറും ഒരു മൊഴിയെടുക്കലോ ക്ലാരിഫിക്കേഷൻസ് വരുത്തലോ ഒന്നുമല്ല. അതിനപ്പുറത്ത് സംസ്ഥാന വിജിലൻസ് എന്തോ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കരുതാം. സ്വപ്ന മാപ്പുസാക്ഷിയാകും. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത, തെളിവുകളുടെ വളരെ അഭാവമുണ്ട്. അല്ല, തെളിവുകളുടെ അഭാവമുണ്ട്. തെളിവുകളുടെ അഭാവമുള്ളതാണോ തെളിവുകൾ ശേഖരിക്കാതാണോ? ഇതിന്റെ സമാന്തരമായിട്ടാണ് പുനർജനി കേസ്. അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശനെതിരെ പുനർജനി കേസ് ഇവര് കൊണ്ടുവന്നു. CPM അതിൽ അന്വേഷണവും ആരംഭിച്ചു അല്ലേ? അതായത് വിദേശത്ത് നിന്നും അനധികൃതമായി ഫണ്ട് കൊണ്ടുവന്നു എന്നാണ് അതിലെ പ്രധാന ആരോപണം. സതീശൻ അവിടെ നിന്നും പോയി പണം പിരിച്ചു കൊണ്ടുവന്നു. ആ പണം ഇവിടെ ചെലവാക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും VD സതീശന്റെ വാർത്താ സമ്മേളനത്തിനിടയ്ക്ക് ചില സ്ഥിരം സൈബർ ആക്രമികൾ അല്ലെങ്കിൽ CPM സൈബർ പോരാളികൾ ചോദിക്കും, അതിനകത്ത് സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ, ഈ കുറച്ച് പേര് ഇദ്ദേഹത്തിന് VD സതീശൻ പറവൂർ മണ്ഡലത്തില് അദ്ദേഹത്തിന് കുറച്ച് ഭൂമി ദാനമായിട്ട് കൊടുത്തു. ഈ കൊടുത്ത ഭൂമിയിൽ വയലുണ്ടായിരുന്നു. അപ്പോൾ വയൽ നികത്താൻ പാടില്ല, വയൽ തണ്ണീർത്തടം ഒന്നും നികത്താൻ പാടില്ല. പക്ഷേ പ്രത്യേക ആവശ്യത്തിനുണ്ട്. അതായത് വീടില്ലാത്തവർക്ക്, ഇപ്പം ഉദാഹരണത്തിന് എനിക്ക് വീടില്ല, എനിക്ക് കുറച്ച് വയൽ ഭൂമി, 4 സെന്റ് 5 സെന്റ് ഒരു ചെറിയൊരു ഇത് വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് എനിക്ക് അത് ഇവിടുന്ന് വില്ലേജ് ഓഫീസിൽ അപേക്ഷ കൊടുത്ത് തഹസീൽദാർ അടുത്ത് ചെന്ന് അത് കളക്ടർ അടുത്ത് വരെ പോയിട്ട് വരണം ആ ഫയല്. അങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ. അത് കുറച്ച് സങ്കീർണമാണ്, ഞാനത് പറയുന്നില്ല. അപ്പോൾ എനിക്ക് വീടില്ലാത്ത, എനിക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഭൂമി നികത്താം, വയൽ നികത്താം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഈ തണ്ണീർത്തട നെൽവയൽ നിയമം വളരെ കർക്കശമാണ്. ഇടനിലക്കാർക്ക് നല്ല കൃഷിയായിരുന്നു. അത് പണ്ട് 2006 VS സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഇത് നമ്മുടെ രാജൻ മന്ത്രി ആയിരുന്നപ്പോഴ്, റവന്യൂ മന്ത്രി ആയിരുന്നപ്പോഴ് ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നു. അതായത് ഈ വയൽ നികത്തൽ നിരോധന നിയമമാണെങ്കിലും അത്യാവശ്യം ആ ഉപഭോക്താവിന് വേറൊരിടത്തും വീട് പാടില്ല.
കേരളത്തിൽ ഒരിടത്തും വീട് പാടില്ല, ഉണ്ടാകാൻ പാടില്ല, വേറെ ഭൂമി ഉണ്ടാകാൻ പാടില്ല, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് പാടില്ല. ഇത് മാത്രമായിരിക്കണം എങ്കിൽ അവിടെ വീട് വെക്കാനായിട്ട് വ്യവസ്ഥ. പക്ഷെ ഇത് നല്ല കോളാണ്, നല്ല വരിശുള്ള സംഭവമാണ്. അതായത് 50,000 രൂപ വരെ വാങ്ങിച്ചിട്ടൊക്കെയാണ് പല CPIയുടെയും CPMന്റെയും പല പ്രമുഖരും ഈ പ്രാദേശിക തലത്തിൽ ഇത്തരം പാവങ്ങൾക്ക് ഈ പെർമിഷൻ 50,000 രൂപ കൊടുത്താലും, തലക്കൊഴിഞ്ഞ് കൊടുത്താലും സാരമില്ല, കിടപ്പാടമാകുമല്ലോ. കാരണം പഴയ വയല് എല്ലാവരും വൻതോതിൽ വയൽ നികത്തി ഫ്ലാറ്റുകൾ വയ്ക്കുന്നു. ബാംഗ്ലൂരിലൊക്കെ ചതുപ്പ് നിലങ്ങൾ നികത്തി, കൃഷിസ്ഥലങ്ങൾ നികത്തിയൊക്കെ വലിയ IT കമ്പനികളും ഫ്ലാറ്റുകളും. ഇവിടെ അതെന്താ വരാത്തെന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിരുന്നു. പക്ഷെ ഒരുപാട് ഒരു കാശുണ്ടായി. അല്ല, ഇത് KP രാജേന്ദ്രൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ നിയമം കൊണ്ടുവരുന്നത് 2006-ൽ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനത് റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് സഭയിൽ അടക്കം ഈ വിഷയങ്ങൾ വരികയും KP രാജേന്ദ്രൻ മിനിസ്റ്ററോട് നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ഏഷ്യാനെറ്റിലെ അജിത അന്ന് എൻ്റെ കൂടെ ഈ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് ആ നിയമം വളരെ കർക്കശമായ നിയമമാണ്. പക്ഷേ ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ പുനർജനിക്ക് വേണ്ടിയിട്ട് കൊടുത്ത ഭൂമിയിൽ കുറച്ച് വയൽ ഉണ്ടായിരുന്നു, നെൽവയലുണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ സതീശനെതിരെ ആക്രമണം. അതിൻ്റെ പേരിൽ ഈ പദ്ധതി തടസ്സപ്പെട്ടു. അത് നികത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് CPMകാർ കൊടികുത്തി അവിടെ വലിയ വിഷയങ്ങളുണ്ട്. അത് സ്ഥിരം. അങ്ങനെയാണ് ഈ വിഷയം തുടങ്ങുന്നത്. ഇത് സത്യത്തിൽ VD സതീശൻ കാശ് കൊടുത്ത് വാങ്ങിച്ചതോ ആരെങ്കിലും തട്ടിച്ചതോ ആയ ഭൂമിയല്ല. ഞാൻ മനസ്സിലാക്കുന്ന കുറെ ആൾക്കാർ ദാനം കൊടുത്തു. അതായത് പാവപ്പെട്ടവർക്ക് ഈ കൊടുത്തതെന്ന് പറഞ്ഞാൽ വലിയതൊന്നുമല്ല, 10 സെന്റും 15 സെന്റും 5 സെന്റും ഒക്കെ വെച്ചാണ് ദാനം കൊടുത്തത്. കണ്ടവും ഉണ്ട്, അല്ലാതെ കണ്ടം മാത്രമായിട്ടല്ല കൊടുത്തത്. ആ ഭൂമിയിൽ വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഈ പുനർജനിയെ പിന്നെ കൂടുതൽ സങ്കീർണമാക്കിയത്. സ്വാഭാവികമാണ്, വിദേശത്തുനിന്ന് പണം കിട്ടിയിട്ടുണ്ടാകും, വിദേശത്തുനിന്ന് പണം പിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു നല്ല കാര്യത്തിനെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ആൾക്കാർ പണം കൊടുക്കും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വിദേശത്തുനിന്ന് പണം പിരിച്ചിട്ട് CPM എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? എന്തെല്ലാം എത്ര സ്ഥാപനങ്ങൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്? നമുക്കറിയാമല്ലോ. അവരുടെ ഞാനിപ്പോൾ ഇതൊന്നും പറഞ്ഞ് കൂടുതൽ അതിനെ ഇതേ പിണറായി വിജയൻ നെതർലാൻഡ്സിൽ വരെ പോയി അവിടുത്തെ പ്രളയ പ്രദേശങ്ങളിലെ വീടുകൾ അങ്ങനെ നിർമ്മിക്കുന്നത്. അതായത് മറ്റേ കമ്പിന്റെ മുകളിലാണ്, മറ്റേ അതിന്റെ പേര് ഞാൻ പറഞ്ഞു, വളരെ രസകരമാണല്ലോ. റൂംസ്, അതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അവിടെ ഈ അടികൂടെ ഈ നദി ഒഴുകും, മുകളിൽ വീട് ഹട്ട് പോലെ അങ്ങനെ മറ്റേ ചതുപ്പ് നിലങ്ങളിൽ. പക്ഷെ അതുപോലും ഇവിടെ വന്നില്ല. അത് പോയി കണ്ടൊക്കെ പഠിച്ചു. പക്ഷെ ആരെങ്കിലും ഇതേപോലെ പിണറായി വിജയനും ഏതെങ്കിലും സംസ്ഥാന സെക്രട്ടറിക്കോ വയലും കൊടുത്തായിരുന്നു ഇതേപോലെ ചെയ്യാനായിട്ട്? രാജേഷ് ജി, ഈ വയൽ കൊടുക്കുന്നതല്ല, ഇതൊക്കെ അദ്ദേഹം കണ്ടു പഠിച്ചു. ഇവിടെ വന്ന് 199 വീടുകൾ നിർമ്മിക്കാൻ ഒരു ഏജൻസി തയ്യാറായിട്ട് വന്നു. അവരുമായിട്ട് കരാർ ഒപ്പിട്ടു സംസ്ഥാന സർക്കാർ. ആ സംസ്ഥാന സർക്കാർ ഭൂമി കൊടുക്കും, അവർ വീടുകൾ നിർമ്മിക്കും. അങ്ങനെ കൊടുത്തതിൽ 199 വീടുകൾ നിർമ്മിക്കാമെന്നുള്ള കരാർ 144 കുറഞ്ഞു. അതിനകത്താണ് ഈ അഴിമതി നടന്നിരിക്കുന്നത്. അപ്പോൾ ആ അഴിമതി ഈ റെഡ് ക്രസന്റ് എന്ന് പറയുന്നത് UAE ബേസ്ഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്വപ്നയെ അതിനകത്ത് വരുന്നത്. കാരണം ഇവരുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ അറബി നന്നായിട്ട് അറിയുന്ന ആൾ വേണം. അങ്ങനെയാണ് സ്വപ്ന പലപ്പോഴും ഈ UAE കോൺസുലേറ്റിൽ തന്നെ സ്വപ്ന ജോലിക്ക് വരുന്നത്. അതുകൊണ്ടാണല്ലോ. സ്വപ്നയ്ക്ക് നന്നായിട്ട് അറബിയും ഇംഗ്ലീഷും സംസാരിക്കാൻ അറിയാം, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളാണ്. അങ്ങനെയാണ് സ്വപ്ന ഈ തന്ത്രപ്രധാനമായ ഒരു പദവിയിലേക്ക് അവിടെ ജോലിക്ക് വരുന്നത്. അവിടുന്നാണ് പിന്നെ സെക്രട്ടേറിയറ്റിലേക്കൊക്കെ വരുന്നത്. അത് പോട്ടെ, സ്വപ്നയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയല്ല ഇതെന്നൊക്കെ പിന്നീടാണല്ലോ പുറത്തു വരുന്നത് വാർത്തകൾ. അപ്പോൾ ഇപ്പോൾ വിജിലൻസ്, രാജേഷ് പറഞ്ഞതുപോലെ ഈ റെഡ് ക്രസന്റ് ലൈഫ് മിഷൻ ഈ പദ്ധതിയിലെ അഴിമതി കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് സ്വപ്നയെ ഒന്നുകൂടെ വിളിച്ചു വരുത്തി ഈ മൊഴി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്വപ്നയോട് ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഗതി വളരെ കൃത്യമാണ്. ഒന്നുകിൽ സ്വപ്ന ഈ കേസിൽ മാപ്പുസാക്ഷിയാകും, അതിന് വളരെയധികം സാധ്യതയുണ്ട്. അങ്ങനെ മാപ്പുസാക്ഷിയായാൽ ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ കുറ്റപത്രം കൊടുക്കുന്നത് അവർ നീട്ടിവെക്കും. കുറെ കൂടി ജാഗ്രതയോടെ, കുറെ കൂടി കുരുക്കുകൾ മുറുക്കിക്കൊണ്ട് വിജിലൻസ് മുന്നോട്ട് പോകും. അങ്ങനെ കുരുക്കുകൾ മുറുക്കി മുന്നോട്ട് പോയാൽ അതിൻ്റെ അപകടം വരാൻ പോകുന്നത് തീർച്ചയായിട്ടും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനിലേക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്കും ഒക്കെ തന്നെയാണ് ഇത് വീണ്ടും ചെന്നെത്തി നിൽക്കാൻ പോകുന്നത്. അന്നും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ
കുടുംബത്തിന് നേരെ അടക്കം വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. മാത്രമല്ല നമുക്കറിയാമല്ലോ, UAE ഒരു ഷെയ്ക്ക് വന്നപ്പോൾ വിളിച്ച് പ്രോട്ടോക്കോൾ തെറ്റിച്ച് ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇതെല്ലാം സ്വപ്ന മൊഴി കൊടുത്തിട്ടുണ്ട്. NIAക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്, EDക്ക് മൊഴി കൊടുത്തിട്ടുണ്ട്, വിജിലൻസ് സ്റ്റേറ്റ് വിജിലൻസിന് മൊഴി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്വപ്ന ഈ കാര്യം പറയാൻ പറ്റുന്ന എല്ലാ ഏജൻസികളോടും എല്ലാ വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇത് സ്വപ്ന തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുക്കലും 164 രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രഹസ്യമൊഴിയെല്ലാം ഈ കഴിഞ്ഞ 10 വർഷം മറ്റേ കിളി അടവച്ചിരിക്കുന്നത് പോലെ അടവച്ചിരിക്കുകയായിരുന്നു. ഈ ഫയലൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ആ ഫയല് പുറത്തു വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. VD സതീശൻ സർക്കാർ വിജിലൻസിന് പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുത്താൽ അത് വലിയ കോളിളക്കമുണ്ടാക്കും. കാരണം ED അന്വേഷണം, NIA അന്വേഷണം, ഇതിലൊന്നും പ്രോപ്പറായ ഒരു 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 എന്താ പറയുക പരിസമാപ്തി ഉണ്ടായിട്ടില്ല അല്ലേ? സ്വർണ്ണക്കടത്ത് കേസിലടക്കം ഒരു പ്രോപ്പറായ പരിസമാപ്തി. കൂടുതൽ പ്രതികളുമുണ്ട്. ഈ ശിവശങ്കറും സ്വപ്നയും കോമൺ പ്രതികളാണ്. ശിവശങ്കർ, സ്വപ്ന, സരിത്ത്, സന്ദീപ് ഇവർ കോമൺ പ്രതികളാണ് പല സംഭവങ്ങളിലും, അപ്പോൾ പല കേസുകളിലും. അപ്പോൾ ഈ EDക്ക് ഒരു അവസാനം ഉണ്ടാക്കാൻ പറ്റാത്ത കേസ്, EDക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത കേസ്, NIAക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ പറ്റാത്ത കേസ്, ഈ കേസുകളിൽ സംസ്ഥാന വിജിലൻസ് ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ, അന്വേഷിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോയി ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ അത് വലിയ കോളിളക്കമുണ്ടാക്കും. അത് EDക്ക് നാണക്കേടാണ്, NIAക്കും നാണക്കേടാണ്. കാരണം അവിടെ ഇത്ര നാളും സ്വപ്നയുടെ വാക്കുകൾക്ക് വില കൊടുക്കാതിരുന്ന ഒരു സംവിധാനം ഇനി സ്വപ്നയുടെ വാക്കുകൾക്ക് വില കൊടുക്കുമോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ സ്വപ്ന ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ റഡാറിൽ വരും, അവർ മറുപടി പറയേണ്ടി വരും ചോദ്യങ്ങൾക്ക് വിജിലൻസിൻ്റെ. ഇപ്പോൾ വിജിലൻസിൻ്റെ തലപ്പത്ത് മനോജ് എബ്രഹാമാണ്. പക്ഷേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ ഓഫീസാണ്. VD സതീശന് കൃത്യമായിട്ടും അതിലൊരു നിലപാടുണ്ട്. കഴിഞ്ഞ 10 വർഷം മനോജ് എബ്രഹാം പിണറായി വിജയൻ്റെ പെറ്റായിരുന്നു. തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലാണ് മനോജ് എബ്രഹാം ഇരുന്നിട്ടുള്ളത്. എന്നിരുന്നാലും വിജിലൻസ് ഡയറക്ടർ എന്ന പദവിയിൽ നിന്നും മനോജ് എബ്രഹാമിനെ ഈ സർക്കാർ മാറ്റിയിട്ടുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത അല്ലെങ്കിൽ സർക്കാരിന് അദ്ദേഹത്തെ വിശ്വാസമുള്ളത് കൊണ്ടായിരിക്കണം. അല്ല, അതെന്ത് തന്നെയെങ്കിലും ആകട്ടെ, പക്ഷേ സർക്കാരിൻ്റെ കയ്യിലാണ് ഇതിരിക്കുന്നത്. അന്വേഷണം കൃത്യമായി ഇനി മുന്നോട്ട് പോയാൽ ബാക്കി തീരാനുള്ള ഇതിൻ്റെ ഒരു അന്തിമ, കാരണം ഇവിടെ നേരത്തെ തന്നെ മൊഴിയെല്ലാം കൊടുത്ത് സ്വപ്നയെ ചോദ്യം ചെയ്ത് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എടുത്ത് സ്വപ്ന പറഞ്ഞ മറുപടി എല്ലാം വെച്ച് വളരെ ക്ലിയർ ആയിട്ട് അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നതാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ വന്ന് ഇതങ്ങ് നിന്നു, പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ മുന്നോട്ട് പോയത് ഭരണം മാറിയ ശേഷം. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ നോക്കുന്നത് ഈ അന്വേഷണം കൃത്യമായി ഇനി മുന്നോട്ട് പോയാൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്ന ഒരു മാപ്പ് സാക്ഷിയാകാനുള്ള സാധ്യത ലൈഫ് മിഷൻ കേസിൽ ഞാൻ കാണുന്നു. കാരണം സ്വപ്ന എൻ്റെ അറിവനുസരിച്ച് അതിൽ 6ാം പ്രതിയാണ്. ഇദ്ദേഹം നമ്മുടെ ശിവശങ്കർ 5ാം പ്രതിയും മറ്റേ സരിത്തും സന്ദീപും ഒക്കെ 7-8 പ്രതി. യുണിടെക് ബിൽഡേഴ്സ് ആണ് 1ാം പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. കുറ്റപത്രം കോടതി വരുമ്പോൾ അവരാണ് ഈ കൈക്കൂലി കൊടുത്തിരിക്കുന്നത്. ഈ പണം ഇവിടുന്ന് വാങ്ങിയിട്ട് പിന്നെ തിരിച്ച് വിദേശത്തേക്ക് പോയി എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. ഇത് ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് പോയി എന്നൊക്കെയുള്ള സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും ഉണ്ട്. ഇതുപോലെ ഇവിടുന്ന് ഡോളർ അങ്ങോട്ട് കിടത്തി, അവിടുന്ന് സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, ഞാനിപ്പം അതിൻ്റെ നൂലാമാലകളിലേക്ക് പോകുന്നില്ല. പക്ഷെ കാര്യം വളരെ വ്യക്തമാണ്. ഒരു പക്ഷേ സ്വപ്നയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിപ്പട്ടികയിൽ നിൽക്കുന്ന സ്വപ്ന ഒരു പക്ഷേ കേസിൽ മാപ്പു സാക്ഷിയാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പാണ് ഈ ഇല്ലാത്ത തെളിവുകളെല്ലാം ഇനി ഉണ്ടായി വരും. എങ്കിൽ അത് ഈ കേസിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ ഗുലുമാനാണ്. പ്രത്യേകിച്ചും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഒരുപാട് ചോദ്യങ്ങൾക്ക് സമാധാനം പറയേണ്ടി വരും എന്നുള്ളതാണ് അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം.